ഹല്ലേലൂയ. ത്രിപുരയിലുള്ള അഗർത്തലയിലെ ഒരു ദേവാലയമാണ്. ഇവിടെ കടന്നു വരാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഇവിടെ വാഹന സൗകര്യങ്ങൾ അല്പം കുറവാണ്. ഓട്ടോറിക്ഷ കിട്ടും, പക്ഷേ ബസ്സുകളൊന്നും കുറവാണ്. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് എഴുന്നേറ്റ് കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു. എന്നാലും ദേവാലയത്തിൽ വന്ന് മലയാളികളെ പരിചയപ്പെട്ടു. ഈ മിഷൻ പ്രാർത്ഥനായുമായിട്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുവാൻ കൃപ നൽകിയതുകൊണ്ടാണ് ഞാൻ ഈ ഇന്ത്യ മുഴുവനും ഇങ്ങനെ സഞ്ചരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആ വചനം നമ്മൾ കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ മുളയെടുത്താൽ മാത്രമേ നമുക്ക് ദൈവത്തോട്, ഈശോയോട് ചേർന്നിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിന് 2739 പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൻ്റെ മാറ്റമാണ് നമ്മുടെ യാചനയ്ക്കുള്ള ആദ്യത്തെ പ്രത്യുത്തരം. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ മിഷനിലേക്ക് മറ്റൊരാളുടെ കൂടെ കടന്നുപോയി, ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ കടന്നുപോയപ്പോൾ ഞാൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു, എന്നും ഒരു നല്ലൊരു മിഷനറി ആകണം, മിഷനിലേക്ക് കടന്നു പോകണം, ഈശോയെ അറിയാത്ത അനേകായിരം ആളുകളുടെ അടുത്തേക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് പോലെ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ. അങ്ങനെ അന്നത്തെ എൻ്റെ യാതനയ്ക്കുള്ള മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഇന്ത്യ മുഴുവനും നടത്തുന്നത്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ വേണ്ടി, നമ്മുടെ സാമ്പത്തിക മേഖല മെച്ചപ്പെടുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി മേഖലകൾ, പഠന മേഖലകളൊക്കെ മെച്ചപ്പെടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എല്ലാറ്റിലും ഉപരി നമ്മുടെ ഹൃദയത്തിൻ്റെ മാറ്റമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ധ്യാനകേന്ദ്രത്തിൽ പോകുന്നു, ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് തിരിച്ചു വന്ന കുറച്ച് നാളൊക്കെ പലപ്പോഴും പല ആളുകളും വിശുദ്ധിയിലായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ, ഒരു 3-4 മാസം കഴിയുമ്പോൾ വീണ്ടും പഴയ പടി ആയി മാറുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ പരിവർത്തനമാണ്. കുറച്ച് നാളത്തേക്കുള്ള ഒരു മാറ്റം അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്ഥിരമായിട്ട് നിത്യവും ഈശോയോടത്ത് വാഴുവാൻ വേണ്ടിയിട്ട് നിത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാലഘട്ടം മുഴുവനും, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതം മുഴുവനും കർത്താവിൻ്റെതായി മാറുക എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ പരിവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2744 പറയുന്നുണ്ട്, നമ്മെ നയിക്കാൻ ആത്മാവിനെ നാം അനുവദിക്കുന്നില്ലെങ്കിൽ നാം വീണ്ടും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിവദിക്കും. നമ്മുടെ ആത്മാവിനെ, നമ്മളെ നയിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിച്ചോളാവും നമ്മൾ തീരുമാനമെടുക്കുന്നു. എടുത്താൽ മാത്രം പോരാ, നമ്മൾ പലപ്പോഴും ആ ആത്മാവിൻ്റെ ഇംഗിതമനുസരിച്ച് നമ്മൾ നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവിന് നമ്മളെ നയിക്കുവാനും ഈശോയുടെ ഇഷ്ടമനുസരിച്ച് നമ്മളെ കൊണ്ടുനടക്കുവാനും സാധിക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ കാണുന്നത് ഈ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ടാണ്. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഈ ചോദ്യത്തിന് ഞാൻ അന്ന് ഉത്തരം നൽകി, കർത്താവ് ഇതാ ഞാൻ എന്നെ അയച്ചാലും. എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, ഞാൻ ബലഹീനനാണ്, ഞാൻ പാപിയാണ്. എങ്കിലും കർത്താവ് നീ എന്നെ നയിക്കുകയാണെങ്കിൽ ഞാൻ പൊക്കോളാം. അതിൻ്റെ ഉത്തരമായിട്ടാണ് ഈശോ ഇന്നും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിൽക്കുന്നവൻ വീഴാതിരിക്കുവാൻ ശ്രമിക്കണമെന്നുകൂടി ഒരു വചനമുണ്ട്. നമുക്ക് സുവിശേഷ പ്രഘോഷണത്തിലൊക്കെ നമുക്ക് പലപ്പോഴും പറ്റുന്നതാണ്. നമ്മൾ ഒരുപാട് വഴിയിൽ കൂടി കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്നുള്ള ചിന്ത എൻ്റെയോ നിങ്ങളുടെയോ മനസ്സിലേക്ക് കടന്നു വന്നാൽ അവിടെ നമ്മൾ തകർന്നു പോകും. നമുക്ക് പതനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമല്ല, പരിശുദ്ധാത്മാവ് എങ്ങനെ എന്നെ കൊണ്ടുപോകുന്നു ആ വഴിയിലൂടെ നടക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഈശോ നമ്മളെ കൊണ്ടു നടന്നുകൊള്ളും. നമ്മൾ ഉന്നത സ്ഥാനങ്ങളിലൂടെ കർത്താവ് സവാരി ചെയ്യിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മതബോധന ഗ്രന്ഥം 2700 നമ്മളോട് പറയുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കപ്പെടുമോ ഇല്ലയോ എന്നത് നാം ഉപയോഗിക്കുന്ന വാക്കുകളുടെ എണ്ണത്തെയല്ല, നമ്മുടെ ആത്മാവിൻ്റെ തീഷ്ണതയാണ് ആശ്രയിച്ചിരിക്കുന്നത്. നമ്മുടെ ആത്മാവിൽ ഈശോയെ പ്രസംഗിക്കണം, അല്ലെങ്കിൽ ഈശോയോട് ചേർന്നിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തണം, എൻ്റെ ഹൃദയത്തെ ഈശോയോട് ചേർത്ത് നിർത്തണം എന്ന് നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം അനുസരിച്ചാണ്, നമ്മുടെ ആ തീഷ്ണത അനുസരിച്ചാണ് നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കപ്പെടുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പലതും നടക്കാത്തതിൻ്റെ കാരണവും ഇതാണ്.
നമ്മൾ വാക്കുകൊണ്ട് അധരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു, നമ്മൾ ദേവാലയത്തിൽ പോകുന്നു. എന്നാൽ നമ്മുടെ ജീവിതം പരിവർത്തനപ്പെടുത്തുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നതിൻ്റെ കാരണം മറ്റൊന്നുകൂടിയുണ്ട്. കാരണം നമ്മുടെ അടുത്തുള്ളവർ ഒക്കെ നമ്മളെ കളിയാക്കും, നമ്മളെ കുറ്റപ്പെടുത്തും. ഓ, നീ വലിയ ആളാണ്, നിനക്കിങ്ങനെ പോയിട്ട് എന്താ കാര്യം? എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിനക്കിങ്ങനെ തന്നെ പോകാൻ പേടിയാവുന്നില്ലേ എന്ന്. ഞാൻ പറയും, ഞാനിതിനെ പേടിക്കുന്നത് ഈശോ നയിച്ചത് കൊണ്ടാണ് ഞാൻ പോകുന്നത്, അല്ല എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ഒരു മേന്മയും കൊണ്ടല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ട് അതിൻ്റെ വരുമാനം മാറ്റിവെച്ചിട്ടാണ് ഞാൻ പലപ്പോഴും ഈ യാത്രകളൊക്കെ നടത്തുന്നത് തന്നെ. എന്നെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനും അപ്പുറത്താണ് ഈ യാത്രകളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അത് ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലാണെന്ന് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. തനിച്ച് നടക്കുമ്പോൾ മറ്റുള്ളവരുടെ ഭാഷകൾ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഭാഷകൾ ഒക്കെ പ്രശ്നമാവുന്നില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഈ ഭാഷകൾക്ക് അതീതനായവനാണ് ക്രിസ്തു എന്നുള്ള ഒരു അവബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഭാഷയ്ക്കോ ദൂരത്തിനോ ആഴത്തിനോ അകലത്തിനോ അതീതനാണ് നമ്മുടെ കർത്താവ്. അവൻ നമ്മളെ വഴി നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലുകൾ ഇടരാതെ അവിടെ നിന്ന് കാത്തുകൊള്ളും. അവിടെ തന്നെ ദൂതന്മാരെ നമ്മുടെ പാദങ്ങളെ നയിച്ചുകൊള്ളും എന്ന് നമ്മൾ പരിപൂർണമായിട്ടും വിശ്വസിക്കാം. നമ്മുടെ ആത്മാവിന് ക്രിസ്തുവിനെ പിൻചെല്ലണം എന്നുള്ള തീഷ്ണത എത്രത്തോളം ഉണ്ട്, അതിന് അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന് പിൻചെല്ലം നടക്കുമ്പോഴെല്ലാം നമുക്ക് പലപ്പോഴും തിക്താനുഭവങ്ങളുണ്ടാവാം. പലരും കുറ്റപ്പെടുത്താം, പലരും ഒറ്റപ്പെടുത്താം, പലരും കളിയാക്കാം, പരിഹസിക്കാം, കല്ലെറിയാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈശോയെ പിൻചെല്ലുന്നത് സുഖങ്ങളുള്ള കാര്യമൊന്നുമല്ല. ഈശോയെ പിൻചെന്ന് ഈശോയുടെ കൂടെ നടക്കുക എന്നുള്ളത് സുഖസൗകര്യങ്ങളിൽ ജീവിക്കുക എന്നല്ല അർത്ഥം. അത് നമുക്ക് കഷ്ടപ്പാടുണ്ടാവും, സഹനങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും. പക്ഷേ അവയെല്ലാം തന്നെ നമ്മളെ സ്വർഗത്തിലെത്തിക്കാനുള്ള ചവിട്ടുപടികളാണ്, നമ്മുടെ വിജയത്തിലെത്തിക്കാനുള്ള ചവിട്ടുപടികളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം പരിവർത്തനപ്പെടുത്തും. നമ്മുടെ ആത്മാവിൽ എപ്പോഴും ക്രിസ്തുവിനെ പിൻചൊല്ലാനുള്ള ചിന്തയുണ്ടാവും. അതല്ല എങ്കിൽ നമ്മൾ അധരങ്ങളും കൊണ്ട് പ്രാർത്ഥിക്കുന്ന വെറുമൊരു ചടങ്ങ് മാത്രം കാണിക്കുന്ന വ്യക്തിയായിട്ട് മാറും. മറ്റുള്ളവരെ പോലെ ജീവിക്കുവാൻ അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനെ പോലെ ആകാനാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്. ക്രിസ്തുവിനെ പോലെ ആകാനാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ഒരു പരിധി വരെയെങ്കിലും ക്രിസ്തുവിനെ പിഞ്ചെന്നുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ കാലടികൾ പിഞ്ചെല്ലുമ്പോൾ കുറ്റപ്പെടുത്തലുണ്ടെന്നേ, പരിഹാസങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ ദേവാലയത്തിൽ കയറി ചാട്ടവാറെടുക്കുന്ന സംഭവം. ദേവാലയത്തിൽ ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്നവർ, നാണയം മാറ്റക്കാർ, ഇവരെല്ലാം ദേവാലയത്തിൽ വന്നപ്പോൾ അവർ ദേവാലയം കച്ചവട സ്ഥലമാക്കിയപ്പോൾ അവിടെ ഈശോ ചാട്ടയെടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈശോ അവിടെ ചാട്ടയെടുത്ത് ഈശോ ആരോടും അനുവാദം ചോദിച്ചിട്ടല്ല, ആരോടും പറഞ്ഞിട്ടല്ല. പക്ഷേ ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണത ഈശോയെ അതിന് പ്രേരിപ്പിച്ചു. കാരണം പ്രാർത്ഥനാലയമാണ്, അവിടെ അനാചാരങ്ങൾ കൊണ്ടു നടക്കാനുള്ള സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഈശോ അവിടെ ചാട്ടയെടുത്ത് എല്ലാവരും മറിച്ചിട്ടു. ഈശോയെ കുറ്റപ്പെടുത്തുന്നുണ്ട് പലരും, ഈശോയെ പരിഹസിക്കുന്നുണ്ട്. നിനക്കിത് ചെയ്യാൻ എന്താണ് അധികാരം? ആരാണ് നിനക്ക് അധികാരം തന്നത്? പക്ഷേ ഈശോ അവിടെ നിന്നും മറയുകയാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഈശോ ഇങ്ങനെ ചെയ്തപ്പോൾ ഈശോയുടെ ബന്ധുമിത്രാദികൾ, ഈശോയുടെ സ്വന്തക്കാർ, ബന്ധുക്കാർ ഒക്കെ ഈശോയെ തള്ളി പറഞ്ഞിട്ടുണ്ടാവാം. ഈശോയുടെ കുടുംബക്കാരെയൊക്കെ ഈശോയെ കാണാതിരിക്കുമ്പോൾ ഈശോയുടെ കുടുംബക്കാരെ അവർ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം. നിൻ്റെ മകൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിൻ്റെ സ്വന്തക്കാരനായ ഈശോ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഈശോ ഇങ്ങനെ ചെയ്യാൻ നിനക്ക് അധികാരം എന്താ എന്ന് പറഞ്ഞ് വീട്ടുകാർ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ ഈശോ മൂലം ആ വീട്ടുകാർ വേദനിച്ചിട്ടുണ്ടാവില്ലേ? ഈശോ മൂലം ആ വീട്ടുകാർ എത്രയോ തള്ളപ്പെട്ടിട്ടുണ്ടാവും. നമ്മളൊന്ന് ചിന്തിക്കണം, ഈശോ ഇത്രയധികം വേദന സഹിച്ചെങ്കിൽ ഈശോയെ പിഞ്ചെല്ലാൻ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇതേ വേദനകളിലൂടെ, ഇതേ വഴികളിലൂടെ, ഇതേ ദുഃഖങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്. അതിനാൽ ഈശോയെ പിഞ്ചെല്ലാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഈ വേദനകൾ നമ്മൾ സഹിക്കാൻ തയ്യാറാവണം. ഈ വേദനകൾ തോറ്റുപോകേണ്ടവരല്ല. തോറ്റുപോകുന്നവരാരും വിശുദ്ധരായിട്ട് തീർന്നിട്ടില്ല. തോറ്റുപോകുന്നവരാരും ക്രിസ്തുവിന് യോഗ്യരല്ല. ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചടക്കും എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ബലവാന്മാർ എന്ന വലിയ ശക്തിയുള്ളവരെന്നല്ല അർത്ഥം. എല്ലാത്തിലും ഉപരി ദൈവത്തോട് ചേർന്ന് ദൈവത്തിനെതിരായിട്ട് പറയുമ്പോൾ അതിനൊന്നും ചെവി കൊടുക്കാതെ കർത്താവ് ഏകരക്ഷകനാണ്, ഈശോയുടെ കൂടെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും മറ്റുള്ളവരുടെ കുറ്റാരോപണങ്ങളും നിന്ദനങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട്
എന്നാൽ ഇനി അവൻ അവഗണിച്ചല്ലോ, അവൻ എന്നെ കളിയാക്കിയില്ല, എന്നാൽ ഇനി ഈ പരിപാടി നിർത്താം എന്ന്, ഇനി സുവിശേഷ പ്രഘോഷണത്തിന് പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നതല്ല. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ശക്തിയോടുകൂടി ധീരതയോടുകൂടി മുന്നേറുന്നവരാണ് ബലവാന്മാർ. ഭീരുക്ക് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഭീരുക്കളായിട്ടുള്ളവർ മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ പരിഹാസങ്ങളുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ നിന്ദനങ്ങളുടെ മുമ്പിൽ തോറ്റുകൊടുക്കുന്നവരാരും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. പരിഹസിച്ചോട്ടെ, നിന്ദിച്ചോട്ടെ, ഈശോവിന് പിൻചെല്ലാൻ നടക്കുന്ന വഴികളെല്ലാം നമുക്ക് കാലിൽ മുള്ളുകൊള്ളാതെ കർത്താവ് പാലിക്കുമെങ്കിലും നമുക്ക് സഹനങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും. നമ്മുടെ ഈശോ വേദന സഹിച്ചവനാണ്, ദുഃഖങ്ങൾ സഹിച്ചവനാണ് എന്നുള്ള ആ തിരിച്ചറിവിൽ നമുക്കും വേദനകൾ ഉണ്ടാകാം എന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളിയാകാം. ഈശോയെ അറിയാത്ത അനേകായിരങ്ങൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് സാധിക്കുന്ന വിധത്തിലെല്ലാം നമുക്ക് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുചേരാം. നമ്മുടെ സാമ്പത്തികമായിട്ടോ ആത്മീയമായിട്ടോ പ്രാർത്ഥനയാലോ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ടോ എങ്ങനെയായാലും, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന വഴിയായിക്കോട്ടെ, എങ്ങനെയായാലും നമ്മൾ ക്രിസ്തുവിനെ പിൻചൊല്ലാൻ, നമ്മുടെ ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ പരിവർത്തനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടും വീണ്ടും നമ്മുടെ പഴയ ജീവിതത്തിലേക്കാണ് തിരിച്ചു പോകുന്നതെങ്കിൽ ഒരു ധ്യാനം കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളിയായതുകൊണ്ടോ അർത്ഥമില്ല. നമ്മുടെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആത്മാവിനെ തീഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.